വിഴിഞ്ഞത്തിന്റെ വിശാലമായ കടലിൽ സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ കപ്പൽ ഒരു ചരിത്ര നിമിഷമാണ്. കാരണം ഒന്നും രണ്ടും ഒന്നും വരെ നമ്മൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന തുറമുഖമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹായ് എവരിവൺ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യത്തെ ഷിപ്പ് ഇന്ന് വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ലോജിസ്റ്റിക്സ് സ്റ്റുഡൻസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെയധികം സന്തോഷം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് കേരളത്തിൽ വരുന്നത് മാത്രമല്ല, ഞങ്ങൾ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ സ്റ്റുഡൻസിന് ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ സംശയം. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതെ, നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് എന്ന് വരികയാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിലെ തന്നെ നല്ല വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പോർട്ടാണ്. നല്ല അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള 1.5 മില്യൺ TEU കപ്പാസിറ്റിയുള്ള പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുകളായ ചൈന, അതുപോലെ തന്നെ സിംഗപ്പൂർ, അതുപോലെ തന്നെ നമുക്ക് കൊളംബോ, ഇങ്ങനെ കുറച്ച് പോർട്ടുകളുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ളൊരു നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഷിപ്മെൻറ്റ്സ് മെയിനായിട്ട് നമുക്ക് ആദ്യം ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുക ഈ പറയുന്ന പോലെ കൊളംബോയിലും സിംഗപ്പൂരിലും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കുറേയൊക്കെ നമുക്ക് നമ്മുടെ വിഴിഞ്ഞത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കും അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ട്. മാത്രമല്ല മറ്റുള്ള പോർട്ടുകളെ സംബന്ധിച്ച പോലെ അല്ല വിഴിഞ്ഞം പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രൈവറ്റ് പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താരിഫിലൊക്കെ കുറവ് വരുത്തി ഒരുപാട് ട്രാൻസ്ഷിപ്മെൻറ്റുകൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ആസ് എ ലോജിസ്റ്റിക്സ് ഫാക്കൽറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിന് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് നമുക്കവിടെ പല ഷിപ്പിംഗ് കമ്പനികളിലും ഫ്രീ ഫോർവേഡിംഗ് കമ്പനികളിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും.